ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മഷ്റൂമും ചീസും ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഓംലെറ്റ് ആണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മഷ്റൂം ചീസ് ഓംലെറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മഷ്റൂം ചീസ് ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 മുട്ട വെച്ച് നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ 2 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാർച്ചിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു എഗ്ഗ് വിസ്കർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ അതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒണിയന് പകരം മല്ലിയില അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഒണിയൻ ചേർക്കുന്നതേ ഉള്ളൂ. മല്ലിയില ആണെങ്കിലും കുഴപ്പമില്ല. മല്ലിയിലയും ഒരു 2-3 ടേബിൾ സ്പൂൺ അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാം. കൂൺ ഞാനിവിടെ 1 കപ്പ് കൂൺ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏത് മഷ്റൂം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മഷ്റൂം നന്നായിട്ട് ഇളക്കി ഒന്ന് മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വലിയുന്നിടം വരെ നന്നായിട്ട് ബട്ടറിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ബട്ടറിൻ്റെ അകത്തിലും ചീസിലും ഒക്കെ നന്നായിട്ട് ഉപ്പ് കാണും. അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം മഷ്റൂമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കുക്കായി കഴിയുമ്പോൾ ഇതുപോലൊന്ന് നിരത്തി കൊടുക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് എഗ്ഗ് മിക്സ് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ മുട്ടയുടെ മിക്സ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ അകത്തിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഷ്റൂം വഴറ്റി മാറ്റിയതിന് ശേഷം മുട്ട ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മേലെ വേണമെങ്കിൽ മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് പ്രോസസ്ഡ് ചീസും നമുക്ക് ഇതിനകത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. മോസറല്ലയോ അല്ലെങ്കിൽ ചീസ് സ്ലൈസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പം ഇതിൻ്റെ ചീസൊക്കെ മെൽറ്റായി മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വരും. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് മടക്കി വെക്കാം. നമ്മളിങ്ങനെ മടക്കുമ്പം ചീസൊക്കെ അതിൻ്റെ അകത്തിലെ മെൽറ്റായത് വെളിയിലേക്ക് വരും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മളിത് തിരിച്ചിടുന്നില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ മഷ്റൂം ചീസ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഒരു ഓംലെറ്റ് റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കുക. കാരണം നമ്മൾ ചേർക്കുന്ന ബട്ടറിലും ചീസിലും ഒക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതനുസരിച്ച് ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്